ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നതേ ഞാനൊരു ഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തുടങ്ങിയത്. രാവിലെ ഷൂട്ട് ചെയ്ത് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ കുറച്ച് പുറത്ത് പോയി കുറച്ച് സംഭവങ്ങൾ മേടിക്കാനും ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു 2:30-3 മണി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ. ഈവനിങ് ആയിട്ടുണ്ട് ഞാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ പോയി മേടിച്ച കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. റൂം മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല. കാരണം ഞങ്ങൾ 2 ദിവസത്തെ ഒരു ട്രിപ്പിലായിരുന്നു. ഒരു മൈസൂർ ഊട്ടി ഒരു ട്രിപ്പായിരുന്നു, ഒരു ചെറിയ ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ വ്ളോഗൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല ഇങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ. ഞാൻ ഇതിൻ്റെ മുന്നുള്ള ചില ട്രിപ്പുകളൊക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് കഴിയലില്ല. കാരണം ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ക്യാമറയും പിടിച്ച് നടക്കുമ്പോൾ എന്തോ ആ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നും. അപ്പോൾ ഈ തവണ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ അവിടെയും ഇവിടെയും ഉണ്ട്. അതൊക്കെ ജോയിൻ ചെയ്തൊരു വീഡിയോ ആക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇൻഷാല്ല അപ്ലോഡ് ചെയ്യാം. അല്ലാണ്ട് അങ്ങനെ ഒരു വ്ളോഗായിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അങ്ങനെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് പുറത്ത് പോയി വന്ന ശേഷം. അപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ബോക്സ് കണ്ടത്. ഇത് ഞാൻ പറഞ്ഞല്ലോ മൈസൂർ പോയിന്ന് അവിടുന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. സംഭവം ഈ ഒരു ബോക്സിന് ഞാൻ ഒരു ഷോപ്പിൽ ചോദിച്ചപ്പോൾ 300 റുപ്പീസ് ആയിരുന്നു പറഞ്ഞത്. പക്ഷേ അത് ഞാൻ വേറൊരു ഷോപ്പിൽ ആ ഒരു മൈസൂർ പാലസിൻ്റെ ഉള്ളിലായിട്ടുണ്ടായിരുന്ന ഒരു ഷോപ്പിലാണ് ഞാൻ 300 അട്ട കണ്ടത്. അങ്ങനെ പുറത്ത് വന്ന് കുറച്ച് ദൂരേക്കുള്ളൊരു ഷോപ്പിൽ ചോദിച്ചപ്പോൾ 150 ആണ് അവർ പറഞ്ഞത്. പക്ഷേ അത് ഞാൻ പേശി ഒരു 120 ഞാനത് മേടിച്ചിട്ടുള്ളത്. പക്ഷെ നല്ലൊരു എസ്തെറ്റിക് അല്ലെങ്കിൽ ഒരു ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടുന്ന ഒരു ബോക്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് മേടിക്കാതെ പോരാൻ എനിക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ പേശി ഒരു 120 വരെ എത്തിയപ്പോൾ പിന്നെ എന്തായാലും മേടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ 100 ആയിരുന്നു പറഞ്ഞത്, പക്ഷേ 120ക്ക് കിട്ടി. അപ്പോൾ എന്തായാലും വർത്തായിട്ട് എനിക്ക് തോന്നി 120 റുപ്പീസിനൊക്കെ. അങ്ങനെ ഞാൻ റൂമൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിടാണ്. അപ്പോൾ അവിടെ ഒരു ബ്ലാങ്കറ്റ് ഇതുപോലെ വാഷ് ചെയ്ത് കൊണ്ടുവച്ചതുണ്ടായിരുന്നു. അത് ട്രിപ്പ് പോകുന്നതിൻ്റെ മുന്നേ വാഷ് ചെയ്തതായിരുന്നു. അത് ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അങ്ങനെ അതൊന്ന് ഫോൾഡ് ചെയ്ത് ബാഗിലാക്കി വെക്കുകയാണ്. ഇതൊരു സാരി ബാഗാണ് കേട്ടോ. ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് വർത്തായിട്ടുള്ള തോന്നിയിട്ടുള്ളൊരു മറ്റൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. മീഷോയിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം സൈസുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കും. ഈ ഒരു ബ്ലാങ്കറ്റ് മൊത്തമായിട്ട് അതിൽ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ബ്ലാങ്കറ്റ് എടുത്ത് വെക്കാൻ, അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത പാർട്ടി വെയർസ് ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണത്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നന്നായിട്ട് തട്ടി കുടഞ്ഞ് വിരിച്ചിടുകയാണ്. ബെഡ്ഷീറ്റ് മാറ്റാനായിട്ടുണ്ട്, പക്ഷെ ഞാനിപ്പോൾ ഇന്ന് മാറ്റുന്നില്ല. കാരണം അല്ലാണ്ട് തന്നെ ഒരുപാട് വാഷ് ചെയ്യാനുണ്ട്. ഈ ട്രിപ്പ് പോയി വന്നതും അതുപോലെ മക്കളുടെ യൂണിഫോമൊക്കെ ആയിട്ട് അത്യാവശ്യം വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ഈ ബെഡ്ഷീറ്റ് മാറ്റിയാൽ ഒന്നായിട്ട് വാഷ് ചെയ്യാൻ കഴിയൂല. അപ്പം വാഷ് ചെയ്യാൻ കണക്കാക്കിയിട്ട് നാളെയോ മറ്റന്നാളോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ റൂമിൽ അങ്ങനെ ആരും കിടക്കലൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് മെയിനായിട്ട് വാഷ് ചെയ്യാൻ എടുക്കാത്തത്. കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനും വല്ലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ക്ഷീണമൊക്കെ വരുമ്പോൾ ഒന്ന് കുറച്ച് സമയം കിടക്കും. അങ്ങനെ അല്ലാണ്ട് ഈ ബെഡ് അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് പില്ലോ ഒന്നും വെക്കാത്തത് കേട്ടോ. ജസ്റ്റ് ബെഡ്ഷീറ്റ് മാത്രം വെച്ച് ആ ബെഡൊന്ന് കവർ ചെയ്തിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഈ റൂമിൽ ബെഡൊക്കെ നന്നായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം അലങ്കോലമായിട്ട് കിടന്നിരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് ക്ലീൻ അല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. ഈ ഒരു ചപ്പൽ എനിക്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് മഴയൊക്കെ പെയ്ത് തുടങ്ങിയില്ല, അപ്പോൾ മഴയത്ത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതേപോലൊരു ഈ ഒരു മോഡൽ തന്നെ മറ്റൊരു ചെരുപ്പ് ആദ്യമോന് മേടിച്ചിട്ടുണ്ട്. ഹിൽബേബിക്ക് മേടിച്ചിട്ടില്ല. അവൻ്റെ സൈസ് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ആദ്യമോന് മാത്രമുള്ളതാണ് ഇപ്പോൾ മേടിച്ചിട്ടുള്ളത്. ഹിൽബേബിക്കും ഒന്ന് മേടിക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മേടിച്ച് കൊടുക്കണം. കാര്യമായിട്ട് ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചെരുപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഒരു മാജിക് പോട്ട്, പിന്നെ 2 മിന്നാമിന്നി ഒന്ന് കഴിഞ്ഞ ലക്കമാണ്, ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിലിതുപോലെ ABCDൻ്റെ ചാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഡേറ്റ് കഴിഞ്ഞത് മേടിച്ചതാണ്. പിന്നെ അതിലുള്ള വർക്കുകളൊക്കെ ഡേറ്റ് കഴിഞ്ഞാലും കഴിഞ്ഞ ലക്കമാണെങ്കിലും കൂടിയിട്ട് മക്കൾക്ക് വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ 2 മേടിച്ചതാണ്. ഒന്നിൽ ഹിന്ദി ലെറ്റേഴ്സിൻ്റെ ചാർട്ടുമുണ്ട്, ഒന്നിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ ചാർട്ടുമുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുന്നുള്ള ലക്ക മേടിച്ചപ്പോൾ അവർക്ക് മലയാളം ലെറ്റേഴ്സിൻ്റെ ചാർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നും ഇങ്ങനെ അവരുടെ റൂമിൽ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ ഡെയിലി ഇങ്ങനെ ലെറ്റേഴ്സൊക്കെ കാണുമ്പോൾ ഹിൽബേബിക്കൊരു യൂസ്ഫുൾ ആയിരിക്കും അത്. അങ്ങനെ മേടിച്ചിട്ടുള്ളതാണത്. പിന്നെ 2 ക്രീം പെന്ന് മേടിച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ക്രീം പെന്ന്. പിന്നെ കുറച്ച് കോഫി പൗഡേഴ്സ്. ഇത് എവിറ്റിൻ്റെ 3-in-1 കോഫി പൗഡറിൻ്റെ ഒരു പാക്കാണ് കേട്ടോ. ഇത് ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഞാനൊരു കോഫി ലവർ ആയതുകൊണ്ട് തന്നെ പല ടൈപ്പ് കോഫീസ്
ടേസ്റ്റ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പിന്നെ ഇതൊരു ടാറ്റ പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ കോഫി പൗഡറാണ്. അത് 2 റുപ്പീസായിട്ടേ വരുന്നുള്ളൂ. ഇത് സാമ്പിൾ സാഷയാണ്. അപ്പോൾ അത് ഞാനൊരു 3 മേടിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആ ഒരു കോഫീൻ്റെ ഫ്ലേവർ എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെക്കാൻ, എൻ്റെ മൈൻഡിൽ വരുന്ന റാൻഡം തോട്ട്സൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ബുക്കിലായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് എൻ്റെ ലൈഫ് അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത് ടോട്ടലി പ്ലാൻഡ് ആയിട്ടുള്ളൊരു ലൈഫൊന്നുമല്ല, പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ലൈഫിനൊരു ഓർഡർ വരുന്ന പോലെ എനിക്ക് തോന്നും. നമ്മൾ ഒരു കാര്യം ഇപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അത് മറന്നു പോവുക, അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് ഓർത്തെടുത്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിച്ചിട്ടുള്ളൊരു കാര്യം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചത് ഇതുപോലെ ചെയ്തത് ടിക്ക് ഇടുന്നുണ്ട്. അതുപോലെ ചെയ്യാനുള്ളത് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ തിരക്കെന്ന് കുറച്ച് ഭയങ്കര വലിയ ട്രിപ്പൊന്നുമല്ല. പിന്നെ എൻ്റെ ഡെയിലി പ്ലാനർ ഞാൻ കുറച്ച് ദിവസമായിട്ട് 7 സാറ്റർഡേയും സൺഡേയും. സാറ്റർഡേ മോർണിംഗ് ഒരു തിരക്കിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോയി. പക്ഷേ സൺഡേ നൈറ്റ് ഒരു 12 മോനെയും ഹിലു ബേബിനെയും ഒക്കെ കൊണ്ടുപോകണോണ്ട് തന്നെ കുറച്ചധികം പ്ലാനിങ്ങും കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതായത് അവർക്ക് വേണ്ട ഡ്രസ്സ്, അതേപോലെ കുറച്ച് പാഷേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് തിരക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരിന്തുരുത്തി നിന്നാണ് പോയത്. അപ്പോൾ അവിടെയാണ് എൻ്റെ കുറച്ച് സംഭവങ്ങൾ, ഡ്രസ്സും ഒക്കെ പാക്ക് ചെയ്യാനുള്ളത് കുറച്ച് അവിടെയാണ്, ബാക്കി പകുതി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് കരിന്തുരുത്തിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അവിടുത്തെ സംഭവം, അവിടെ നിന്നുള്ള ഡ്രസ്സുകളും ഇവിടുത്തെ ഡ്രസ്സും എല്ലാം കൂടി എടുത്ത് പിന്നെ രണ്ടാമതൊരു റീപാക്ക് ചെയ്ത് അങ്ങനെ മൊത്തത്തിലൊരു പാക്കിംഗ് അപാരതയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പാക്കിങ്ങൊക്കെ ഷൂട്ട് ചെയ്യണം, എന്നിട്ട് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ മൊത്തത്തിൽ ഒരു കയ്യിൽ നിന്ന് പോയ അവസ്ഥ ആയതുകൊണ്ട് ഞാനൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. അങ്ങനെ സംസാരിച്ച് വേറെ എവിടെയൊക്കെ എത്തിപ്പോയി. ഞാനതേ അങ്ങനെ ഡെയിലി പ്ലാനിങ് ഒന്ന് ചെയ്തിട്ടുണ്ട്. നാളത്തേക്കുള്ള സംഭവങ്ങൾ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാര്യമായിട്ട് പ്ലാനിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിൽ റിമൈൻഡർ വന്നത് ഹിലു ബേബിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹിലു ബേബിൻ്റെ വെഹിക്കിൾ കുറച്ച് അപ്പുറത്തൊരു ജംഗ്ഷനിൽ വരെ വരുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ പോയിട്ട് പിക്ക് ചെയ്യണം. അപ്പോൾ ഞാനോ അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഒരാളായിരുന്നു പോയിട്ട് പിക്ക് ചെയ്യൽ. അപ്പോൾ ഇന്ന് ഞാൻ തന്നെ പോകണം. അപ്പോൾ പ്ലാനിങ് ഒക്കെ അവസാനിപ്പിച്ച് ഞാൻ അവനെ പിക്ക് ചെയ്യാൻ പോയി. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യലും ഒന്നും നടക്കില്ല. അവൻ്റെ കാര്യങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.